ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7-ലെ സോഷ്യൽ സയൻസ് ആണ് കേട്ടോ. അപ്പോൾ പുതിയ ടെക്സ്റ്റ് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ പ്രാക്ടീസ് പേപ്പറാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സെക്കൻഡ് ടൈമിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ സാമ്പിൾ ആയിട്ടുള്ളൊരു ഇതാണ്, മോഡൽ എക്സാമിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നോക്കൂ, 2 അവറാണ് ടൈം. എന്താ ഫസ്റ്റ് 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം ആണ് അല്ലേ. ഈ ടൈമിൽ നന്നായി ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ശരിക്കും വായിക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കുക. പിന്നെ എന്താണ്, ഏതെങ്കിലും 6 ആക്ടിവിറ്റീസ് ചെയ്താൽ മതി കേട്ടോ. 8 ആക്ടിവിറ്റീസ് ഉണ്ട്, അതിൽ 6 എണ്ണം ചെയ്താൽ മതി. ഇതാണ് നോക്കൂ. ആക്ടിവിറ്റി 1, ദ ഡിസ്റ്റൻസ് ടു ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ഈസ് അബൌട്ട് 6,371 kilometers. It is not possible for humans to understand about the Earth's interior directly. The knowledge about the interior of the Earth is based on scientific studies and conclusions. And first question, how could we collect information about the interior of the earth? എങ്ങനെയാണ് നമ്മൾ എന്താണ് ഈ എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ എങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്യല്? യെസ്, എന്താണ് ബൈ എക്സാമിനിങ് മെറ്റീരിയൽസ് ദാറ്റ് റീച്ച് ദ എർത്ത് സർഫേസ് ത്രൂ വോൾക്കാനിക് ഇറപ്ഷൻ അല്ലേ. അതായത് അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമ്പോൾ ഭൂമിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ അല്ലേ പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ സാമ്പിൾ എടുത്തിട്ടും പിന്നെന്താണ് ഫ്രം ഇൻഫോർമേഷൻ കളക്റ്റഡ് ഫ്രം മൈൻസ് അല്ലേ. പിന്നെന്താണ് ഈ മൈനുകൾ ഉണ്ടല്ലോ, മൈൻസ് എന്നൊക്കെ എന്താണ് കളക്ട് ചെയ്യുന്നത്. പിന്നെ ബൈ അനലൈസിങ് ദ മോഷൻ ഓഫ് വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിങ് എർത്ത് കോയ്ക്ക്. പിന്നെ എന്താണ് എർത്ത് കോയ്ക്കിൽ ഉണ്ടാകുന്ന മോഷൻ ഓഫ് വേവ്സ് അല്ലേ. എർത്ത് കോയ്ക്ക് പറഞ്ഞാൽ ഭൂമി കുലുക്കം അല്ലേ. അതിനൊക്കെയാണ് നമ്മൾ കളക്ട് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ്, വിച്ച് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ക്രസ്റ്റ്? ക്രസ്റ്റിനെ കുറിച്ചിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതാണ് നോക്കൂ. ദ ക്രസ്റ്റ് ഹാസ് 2 parts, namely continental crust and oceanic crust. It is formed by iron and nickel. It has 2 parts, namely lithosphere and asthenosphere. The lithosphere is the outermost rocky part of the earth. അപ്പോൾ എർത്തിനെ കുറിച്ചിട്ട് ക്രസ്റ്റിനെ കുറിച്ചിട്ട് ഇതിൽ കറക്റ്റ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? എ അല്ലേ. ദ ക്രസ്റ്റ് ഹാസ് 2 parts, namely കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. പിന്നെ എന്താണ്? ദ ലിതോസ്ഫിയർ ഈസ് ദ ഔട്ടർമോസ്റ്റ് റോക്കി പാർട്ട് ഓഫ് ദ എർത്ത് അല്ലേ. എയും ഡിയും ആണ് അല്ലേ. ഡി ഓപ്ഷനാണ് ശരി കേട്ടോ. ഓക്കെ, എ ആൻഡ് ഡി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുക. വാട്ട് ഈസ് ദ ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത് കോൾഡ്? എർത്തിന്റെ ഔട്ടർമോസ്റ്റ് ലെയറിനെ പറയുന്ന പേരെന്താണ്? ക്രസ്റ്റ് അല്ലേ. എന്താണ്? ക്രസ്റ്റ്. ഓക്കെ, ദെൻ ഓക്കെ, അതാ ക്രസ്റ്റ് അല്ലേ, സി ക്രസ്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. എന്താണ്? ദെൻ ആക്ടിവിറ്റി 2 ആണ് കേട്ടോ. ദ പ്രസൻസ് ഓഫ് ഓസോൺ ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ പ്രൊട്ടക്ട് ദ എർത്ത് ബൈ ബ്ലോക്കിംഗ് ഹാർംഫുൾ അൾട്രാവയലറ്റ് റേസ് ഫ്രം ദ സൺ. September 16 is observed as World Ozone Day. അപ്പോൾ September 16 ആണ് വേൾഡ് ഓസോൺ ഡേ അല്ലേ. ഇറ്റ് വാസ് ഡിക്ലെയർഡ് ആസ് ഓസോൺ ലെയർ പ്രൊട്ടക്ഷൻ ഡേ ബൈ ദ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഇൻ 1988. ഓക്കെ, അപ്പോൾ ചില കാര്യങ്ങൾ ഇതിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട്, എന്ത് വേൾഡ് ഓസോൺ ഡേ എന്നാന്നുള്ളത് അല്ലേ. September 16 ഇവിടെ തന്നെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ലൈൻ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കുക, ഇതിലുള്ളത് ആൻസറും കൂടി നോക്കണം കേട്ടോ, കിട്ടാത്തവര്. വാട്ട് ആർ ദ ഹാർംഫുൾ എഫക്റ്റ് ഓഫ് അൾട്രാ വയലറ്റ് റേ ഓൺ എർത്ത്? എന്തൊക്കെയാണ് എർത്തിലുള്ള എന്താണ് അൾട്രാവയലറ്റ് റേസ് എന്തൊക്കെയാണ് ഹാർംഫുൾ എഫക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നോക്കിയാൽ കൊളാപ്സ് ഓഫ് ദ ഫുഡ് ചെയിൻ, ക്രോപ്പ് ഡാമേജ്, സ്റ്റണ്ടിങ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്, ഏർലി ഏജിങ്, ബ്ലൈറ്റ്നസ്, കാറ്ററാക്ട്, സ്കിൻ ക്യാൻസർ. അതിലേതെങ്കിലും 4 എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ 4 മാർക്ക് കിട്ടുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കൂ. വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഓസോൺ ഡേ? ഏത് ഡേ ആണ്? ഇത് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ, September 16. ഓക്കെ, അപ്പോൾ September 16 അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താ നോക്കൂ. ആക്ടിവിറ്റി 3 ആണല്ലേ. സബ് കോണ്ടിനെന്റ്സ് ആർ ലാർജ് കോണ്ടിനെന്റൽ ഏരിയാസ് വിത്ത് ദ സെയിം വെറൈറ്റി ഓഫ് ടോപ്പോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ക്ലൈമറ്റ്സ് ആസ് കോണ്ടിനെന്റ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ക്യാൻ വി ക്ലാസിഫൈ ദ ടോപ്പോഗ്രഫി ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്? നമുക്ക് എങ്ങനെയാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ടോപ്പോഗ്രഫി എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം? യെസ്, എങ്ങനെയാണ് നോക്കൂ. മൗണ്ടൻ റേഞ്ച്, വാസ്റ്റ് പ്ലെയിൻസ്, ഡെസേർട്ട് റീജിയൻസ്, പ്ലാറ്റ്യൂസ്, കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ് അല്ലേ. ഇങ്ങനെ നമുക്ക് എന്താക്കാം, നമുക്ക് ഈ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ടോപ്പോഗ്രഫീനെ എന്താക്കുക, ക്ലാസിഫൈ ചെയ്യുക അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ബി, വാട്ട് ആർ ദ ഫാക്ടേഴ്സ്? ചിലരെന്താണ് എന്ന് എഴുതിയിട്ട് പിന്നെ ബി നോക്കൂല, ആക്ടിവിറ്റി അടുത്തതിലേക്ക് പോകും. അങ്ങനെ പോകരുത് കേട്ടോ. എയും ബിയും സി ഓപ്ഷൻ എന്തൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്തിട്ടേ പോകാവൂ കേട്ടോ. ആക്ടിവിറ്റിയിൽ എത്ര ഓപ്ഷൻ ഉണ്ട്? നിങ്ങളിപ്പോൾ ആക്ടിവിറ്റി 3 ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിലുള്ള എല്ലാം ആൻസർ ചെയ്തിട്ടേ നിങ്ങൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാവൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്? എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ക്ലൈമറ്റിനെ?
യെസ്, എന്താണ് ദ ലാറ്റിറ്റ്യൂഡ്, ദ ഓൾട്ടിറ്റ്യൂഡ്, ഫിസിയോഗ്രഫി, പ്രോക്സിമിറ്റി ടു ഓഷ്യൻ, വിൻഡ് അല്ലേ, ഇതൊക്കെയാണ് എന്ത് എഫക്റ്റ് ചെയ്യുന്നത് അല്ലേ, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 4 നോക്കൂ. ദ ഗ്രീൻ റെവല്യൂഷൻ വാസ് എ പ്രോഗ്രാമർ ദാറ്റ് മാസീവ്ലി ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് using high yielding seeds, fertilizers, pesticides, new technologies launched at low interest rate and scientific irrigation. അപ്പോൾ നോക്കൂ, ലിസ്റ്റ് 2 അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. എന്താണ് ഈ ഗ്രീൻ റെവല്യൂഷൻ്റെ 2 അഡ്വാൻറ്റേജസും 2 ഡിസ്അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക? യെസ്, ബെനിഫിറ്റ് ഏതൊക്കെയാണ്? ഇതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി കേട്ടോ. ബെനിഫിറ്റ് 2 എഴുതുക, ലിമിറ്റേഷൻ 2 എഴുതുക. നിങ്ങളൊക്കെ പഠിച്ചു പോവാ കേട്ടോ. അഥവാ ഒന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റേ എഴുതാലോ. ഓക്കെ, അഡ്വാൻറ്റേജസ് നോക്കൂ. ബെനിഫിറ്റ് അല്ലേ, ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ്. നെക്സ്റ്റ്, എൻഷ്യൂർഡ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്. ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡ്രോപ്ഡ്. ദ ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഹാർഡിംഗ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡിക്ലൈൻഡ്. ഇനി ലിമിറ്റേഷൻസ്, ഡിസ്അഡ്വാൻറ്റേജസ് എന്താണ്? ഡ്യൂ ടു എക്സസീവ് യൂസ് ഓഫ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഡിക്രീസ്ഡ് ഡ്രാസ്റ്റിക്കലി. Excessive use of fertilizers and pesticides reduced natural fertility of the soil. Okay, then next നോക്കൂ, എന്താണ് B. Central and state governments are implementing many poverty alleviation schemes to eradicate the prevailing poverty in our country. അല്ലേ, പോവർട്ടി പറഞ്ഞാൽ ദാരിദ്ര്യം അല്ലേ. നമ്മളെ കൺട്രിയിലെ ദാരിദ്ര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് എന്താണ് എലിവിയേഷൻ സ്കീമുകൾ എന്താണ് സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെന്റും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. റൈറ്റ് ദ നെയിംസ് ഓഫ് 2 such പ്രോജക്ട് ആൻഡ് ദെയർ ഒബ്ജക്റ്റീവ്സ്. അങ്ങനെ അതിന്റെ 2 പ്രൊജക്ടിന്റെ പേര്, അതിന്റെ ഒബ്ജക്റ്റീവും എയിമും പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കൂ, എന്താണ് നോക്കിയേ, എന്താണ് നമുക്ക് പറയാൻ പറ്റുക? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, അഡൽട്സ് വിത്ത് ലോ ഇൻകം റിസീവ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇൻകം. പിന്നെന്താണ് പ്രധാൻ മന്ത്രി റോസ്ഗാർ യോജന ലൈഫ് പ്ലാൻ ടു പ്രൊവൈഡ് ലിവ്ലിഹുഡ് ടു ഡിപ്പെൻഡൻസ് ഓഫ് വിക്ടിംസ് ഓഫ് ക്രൈം ഹു ആർ സഫറിംഗ് ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പ്. പിന്നെ അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, പബ്ലിഷ് ഡിസ്ട്രിബ്യൂഷൻ സ്കീം PDS, PM പോഷൻ, മിഡ് ഡേ മീൽ സ്കീം ഫോർ 1st to 8th grade സ്കൂൾസ് ചിൽഡ്രൻ. 7th എന്താണ് സുഭിക്ഷ കേരളം സ്കീം എക്സെട്ര അല്ലെ. റൈറ്റ് എനി 2 ഇതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ് അടുത്ത ക്വസ്റ്റ്യന്? ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ? ആരാണ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷന്റെ ഫാദർ? ആരാണ്? യെസ്, MS സ്വാമിനാഥൻ അല്ലേ. കണ്ടേ, MS സ്വാമിനാഥനാണ് അല്ലേ. Then next question എന്താന്ന് നോക്കിയേ, എന്താണ് ആക്ടിവിറ്റി 5 ആണ് കേട്ടോ. മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഇൻ ഇന്ത്യ ആർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. എവറി ക്രോപ്പ് ഹാസ് certain periods for sowing and harvesting. There are mainly 3 agricultural seasons in India അല്ലെ. 3 agricultural seasons ഉണ്ട് ഇന്ത്യയിൽ അല്ലെ. അഗ്രികൾച്ചറൽ സീസൺ ഏതൊക്കെയാന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. നോക്കൂ, ഇവിടെ തന്നിരിക്കുന്നത് അതിന്റെ അഗ്രികൾച്ചറൽ സീസണും മന്തും ക്രോപ്സും പറയാൻ പറഞ്ഞില്ലേ. അപ്പൊ ഖാരിഫ്, റാബി, പിന്നെ എന്തായിരുന്നു സെയ്ദ് അല്ലെ. പിന്നെന്താണ് മന്ത്, ഖാരിഫിൽ എന്താണ് ജൂൺ ജൂലൈ ആണ് അല്ലെ. പിന്നെ അതിന്റെ ക്രോപ്സ് എന്താണ് നോക്കൂ, ക്രോപ്സ് പാഡി, കോട്ടൺ, ജൂട്ട്, ജോവർ, ബജ്രയൊക്കെയാണ് എന്ത് ഈ ഖാരിഫിൽ വരുന്നത് അല്ലെ. ഇനി റാബിന്റെ മന്ത് എന്താണ് ഒക്ടോബർ നവംബറിലാണ് അല്ലെ. അതിലുള്ള ക്രോപ്സ് എന്താണ് വീറ്റ്, പൾസസ്, മസ്റ്റാർഡ് അല്ലെ. മറ്റേ അടുത്തെന്താ സെയ്ദ് അല്ലെ. മൂന്നെണ്ണാണ് എന്ത് അഗ്രികൾച്ചർ സീസണിൽ അല്ലെ, ഖാരിഫ്, റാബി, സെയ്ദ് അല്ലെ. പിന്നെ മാർക്ക് ദ സ്റ്റേറ്റ്സ് ദാറ്റ് കൾട്ടിവേറ്റ് വീറ്റ് ഇൻ ദ മാപ്പ് ഗിവൺ ബിലോ. അപ്പൊ താഴെ നിങ്ങൾക്കൊരു മാപ്പ് തന്നിട്ടുണ്ട്. ആ മാപ്പിൽ നിങ്ങൾ എന്താക്കുക, ഈ സ്റ്റേറ്റ് എവിടെയൊക്കെയാണ് ഈ വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള സ്റ്റേറ്റുകൾ നിങ്ങൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്താക്കി അടയാളപ്പെടുത്തേണ്ടേ അറിയോ? ഉത്തർപ്രദേശ്, കേരളത്തിൽ ഇന്ത്യൻ്റെ മാപ്പ് തന്നിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ ഉത്തർപ്രദേശ് അടയാളപ്പെടുത്തണം, പഞ്ചാബ് അടയാളപ്പെടുത്തണം, മധ്യപ്രദേശും ഹരിയാനയും അടയാളപ്പെടുത്തണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ, എന്താണ് ആക്ടിവിറ്റി 6 ആണ് കേട്ടോ. ആക്ടിവിറ്റി 6 പറയുന്നത് എന്താണ്? ഗാന്ധിജി believed that the soul of India resides in the villages, and only through the development of the villages the progress of the country can be attained. List Gandhiji's views on village development. Village development ne kuriച്ച് ഗാന്ധിജിയുടെ വ്യൂസ് എന്തൊക്കെയാണ് ഗാന്ധിജിയുടെ വ്യൂസ്? villages should become fully self-governing republic, attain self-sufficiency in catering to the major needs of the village.
പിന്നെന്താണ് mutual assistance with others should only happen when it is absolutely necessary. The primary focus of villages should be on increasing food production and cotton cultivation for cloth. Villages should have designated areas for livestock. There should be recreational facilities and entertainment for both adult and children. Land should be used exclusively for cultivation and production. ഏതെങ്കിലും നാലിന് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ എഴുതുക കേട്ടോ. എന്ത് ഗാന്ധിജീൻ്റെ എന്താണ് ഐഡിയാസ് അല്ലേ, വ്യൂസ് അല്ലേ, ഗാന്ധിജീൻ്റെ വ്യൂസ് ആണ് വില്ലേജ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട്, അത് എഴുതാനാണ് പറഞ്ഞത്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഡീസെൻട്രലൈസേഷൻ? ഡീസെൻട്രലൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? യെസ്, ഇമ്പോർട്ടൻസ് ടു റീജിയണൽ ഡെവലപ്മെന്റ്, ഡെവലപ്മെന്റൽ നീഡ്സ് ഗെറ്റ് പ്രയോറിറ്റൈസ്ഡ്, ഡെവലപ്മെന്റ് ഓഫ് ദ ലോക്കൽ എക്കണോമി, മാർജിനൈസ്ഡ് ഗെറ്റ് ലീഡർഷിപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്, കോമൺ പീപ്പിൾ ഹാവ് മോർ പവർ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. According to the recommendation of the Balwandre Mehta Committee, which state established Panchayati Raj for the first time in India? Panchayati Raj first time in India. Panchayati Raj വന്ന എവിടെയാണ്? യെസ്, രാജസ്ഥാനിലാണ് അല്ലേ. ഓക്കെ, രാജസ്ഥാനിലാണ്. രാജസ്ഥാന്റെ സ്പെല്ലിംഗ് ഒന്നും തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, then next എന്താ നോക്കൂ, activity 7 ആണ് കേട്ടോ. Maps are a great source of information and we use different maps for a variety of purposes in our daily life. We use everything from printed maps on paper to digitally prepared maps. First നോക്കൂ, some important features of globes and maps are given below. Classify and list them features of globes and features of maps. അപ്പോൾ ഇവിടെ കുറച്ച് തന്നിട്ടുണ്ട്, എന്ത് മാപ്പിനെ കുറിച്ചും ഗ്ലോബിനെ കുറിച്ചിട്ട് അല്ലേ. അതിൽ മാപ്പിന്റെ ഏതാണ് ഗ്ലോബിന്റെ ഏതാണ് നിങ്ങൾ എന്താക്കാണ് ഈ തരംതിരിച്ച് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കൂ, യെസ്, ഗ്ലോബിന്റെ എന്താണ്? ഗ്ലോബ് എന്ന് പറഞ്ഞാൽ എ റിയൽ മോഡൽ ഓഫ് ദ എർത്ത്, സ്ഫെറിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ എർത്ത്. അതിൽ തന്നിട്ടുണ്ട്, അതിൽ ഗ്ലോബിന്റെ ഇതാണ് ആദ്യം പറയുന്നത് കേട്ടോ. അപ്പൊ റിയൽ മോഡൽ ഓഫ് ദ എർത്ത് ആണ്, സ്ഫെറിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ എർത്ത് ആണ്. ഗിവ്സ് എ കോംപ്രിഹെൻസീവ് വിഷ്വൽ സെൻസ് ഓഫ് ദ എർത്ത് ആസ് ഇറ്റ് ഈസ് ഇല്ലുസ്ട്രേറ്റഡ് കംപ്ലീറ്റ്ലി. ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് സെമി സർക്കിൾസ് ആൻഡ് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് കോൺസെൻട്രിക് സർക്കിൾ. ഇനി മാപ്പ് ആണെങ്കിലോ 2-dimensional image of the earth ആണ്, representation of the whole earth or a portion of it on a plane surface. Latitudes and longitudes are illustrated as straight lines. Very useful for collecting information of a specific place and for planning the route for a trip. Okay, then next question നോക്കൂ, എന്താണ്? In which period was the oldest known map you made? ഏത് പീരീഡിലാണ് ഓൾഡസ്റ്റ് ആയിട്ടുള്ള മാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് വെച്ചാൽ BCE. ഏതിലാണ്? 3 ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ BCE 2500. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, എന്താണ്? ആക്ടിവിറ്റി 8 ആണ് കേട്ടോ. എന്താ ഇവിടെ പറയുന്നത്? ഫുഡ് സെക്യൂരിറ്റി മീൻസ് എൻഷുറിംഗ് ദാറ്റ് എവറിവൺ ഇൻ എ കമ്മ്യൂണിറ്റി ഓൾവേസ് ഹാസ് ആക്സസ് ടു അഡീക്വേറ്റ് എമൗണ്ട് ഓഫ് സേഫ് nutritious food and the condition necessary to obtain it. Though we are trying to ensure food security through increased food production and a streamlined public distribution system, we are still facing some challenges. First question നോക്കൂ, why can't we ensure food security? എന്തുകൊണ്ടാണ്? എന്താണ്? പോപ്പുലേഷൻ ഗ്രോത്ത്, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അഗ്രികൾച്ചർ, നാച്ചുറൽ ഡിസാസ്റ്റർ, അൺഎംപ്ലോയ്മെന്റ്, ആബ്സെൻസ് ഓഫ് സബ്സിഡീസ്, വാർ, ഇതൊക്കെയാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ് നോക്കൂ, എന്താണ്? Which are the government institutions that distribute food grains at subsidized rates? Find more and complete the list. എന്താണ്? ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് ഗ്രെയിൻസ് ഒക്കെ സബ്സിഡിയോട് കൂടി എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. കുറച്ചും കൂടി കംപ്ലീറ്റ് ആക്കാൻ അവർ 2 തന്നിട്ടുണ്ട് അല്ലേ. സിവിൽ സപ്ലൈസും നീതി സ്റ്റോറും തന്നിട്ടുണ്ട്. ഇനി ഏതൊക്കെയാണെന്ന് പറഞ്ഞേ, എന്തൊക്കെയാണ്? ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, നെന്മ സ്റ്റോർ, മാവേലി സ്റ്റോർ, ഹോർട്ടിക്രോപ്പ് അല്ലേ. ഇതിലേതെങ്കിലും 4 എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ചാപ്റ്റർ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. അപ്പോൾ നന്നായി പഠിക്കുക, നന്നായി പഠിച്ചതിന് ശേഷം നമുക്ക് എക്സാമിന് പോവുക, നന്നായി മാർക്കും വാങ്ങുക കേട്ടോ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്.